Hello everyone. Time and distance question ആണ്. Two men A and B walk from P to Q at a distance of 18 km at 4 kmph and 5 kmph respectively. B reaches Q, return immediately and meet A at R. Find the distance P to R. ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഫിഗർ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കുറച്ചും ക്ലിയർ ആവും. P to Q. P ഡിസ്റ്റൻസ് 18 കിലോമീറ്റർ ആണ്. ഇതിൽ സ്പീഡ് കൂടിയ ആൾ ബി ആണ്. എക്ക് സ്പീഡ് കുറവാണ്. അപ്പം ബി ഫസ്റ്റ് ക്യൂലെത്തും. ഇപ്പം ബീനെ ഞാൻ വരയ്ക്കണം. ബി ക്യൂലെത്തി ഇമ്മീഡിയറ്റ് റിട്ടേൺ വരുന്ന സമയത്ത് എനെ കണ്ടു. ഇതാണ് പറയുന്നത്. ഇത് എയുടെ ഇതാണ് കളർ. ഇത് എ ആണ്. ഇതിൽ ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത് ബിയുടെ സ്പീഡ് 5 kmph ആണ്. 5 kmph. എയുടെ സ്പീഡ് 4 kmph ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിൽ ഡിസ്റ്റൻസ് കോൺസ്റ്റൻറ്റ്, ടൈം കോൺസ്റ്റൻ്റ് ആയ പ്രോബ്ലമാണ്. മീറ്റ് ചെയ്യുന്ന സമയത്ത് ടൈം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ടൈം കോൺസ്റ്റൻ്റ് ആവുന്ന ഒരു പ്രോബ്ലത്തിൽ സ്പീഡും ഡിസ്റ്റൻസും ഡയറക്റ്റ്ലി പ്രപ്പോർഷനാണ്. ഓക്കെ, അപ്പം നമുക്കിവിടെ സ്പീഡ് തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ബി 5 യൂണിറ്റ് ആക്കി എടുക്കാം. സ്പീഡ് ഓഫ് എ 4 യൂണിറ്റ് ആക്കി എടുക്കാം. ഇതിന് പ്രപ്പോർഷനാണ് ഡിസ്റ്റൻസ് വരിക. അപ്പം ഡിസ്റ്റൻസ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 5 യൂണിറ്റ്, ഡിസ്റ്റൻസ് ഓഫ് ബി 5 യൂണിറ്റ്, ഡിസ്റ്റൻസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ്. ബി കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, എ കുറവ് ഡിസ്റ്റൻസ് ആണ്, കാരണം സ്പീഡ് ബിക്ക് കൂടുതലാണ്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇതിൽ മാർക്ക് ചെയ്യാം. എ ട്രാവൽ ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണ്. ബി ട്രാവൽ ചെയ്തത് 5 യൂണിറ്റ് ആണ്. അപ്പോൾ ഇത്രയും ഭാഗം 4 യൂണിറ്റ് വരും. ബാക്കിയുള്ള ഇത്രയും ഭാഗം ഈ ബെൻഡായ പോർഷൻ 1 യൂണിറ്റ് ആണ്. അപ്പോൾ ഇത് 0.5 യൂണിറ്റ് വരും അല്ലേ. ടോട്ടൽ 5 യൂണിറ്റ് ആണല്ലോ വരിക. അപ്പോൾ ടോട്ടൽ ഇത് 4. അപ്പോൾ ടോട്ടൽ ലെങ്ത് P to Q ലെങ്ത് എന്ന് പറഞ്ഞാൽ 4.5 യൂണിറ്റ് ആണ്. 4.5 യൂണിറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 18 കിലോമീറ്റർ ആണ്. അപ്പം നമുക്ക് വേണ്ടത് P to R ഡിസ്റ്റൻസ് ആണ്. ഇതാണ് R മാർക്ക് ചെയ്തിട്ടില്ല. P to R ആണ്. P to R ഡിസ്റ്റൻസ് 4 യൂണിറ്റ് ആണ്. പി ആർ എന്ന് പറഞ്ഞാൽ 4 യൂണിറ്റ് ആണ്. 4.5 യൂണിറ്റ് 18 കിലോമീറ്റർ ആണ്. 4 യൂണിറ്റ് 16 കിലോമീറ്റർ ആണ് വരിക. 16 കിലോമീറ്റർ. ഓപ്ഷൻ ബി.